So ഈ ക്വസ്റ്റ്യനിൽ for the circuit of figure ഈ ഫിഗറിലുള്ളത് find Vc of t at t equal to 0 minus 0 plus infinity 0.08 second. ഇത്രയുമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ എന്തൊക്കെയുണ്ട്? ഒരു 1 മില്ലി ആംപിയറിന്റെ കറണ്ട് സോഴ്സ് ഉണ്ട്, 20 കിലോ ഓം ഉണ്ട്, 80 കിലോ ഓം ഉണ്ട്. ഇവിടെയാണ് ഒരു കപ്പാസിറ്റർ ഉള്ളത് 5 മൈക്രോ ഫാരഡ് പ്ലസ് ഓർ മൈനസ് വി സി ഓഫ് ടി. കപ്പാസിറ്റർ ആണ് നമുക്ക് ഇവിടെ ഉള്ള ഒരു എനർജി സ്റ്റോറേജ് എലിമെന്റ്സ്. പിന്നെ റെസിസ്റ്റേഴ്സ് ആണ് ഉള്ളത്. ഒരു കറണ്ട് സോഴ്സ് ഉണ്ട്, ഇവിടെ ഒരു 25 കിലോമിന്റെ റെസിസ്റ്റൻസ് ഉണ്ട്. ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ സ്വിച്ച് ഒന്നും കാണാനില്ലായിരിക്കും അല്ലെ? മറ്റേ കേസിൽ ടി ഈക്വൽ ടു 0 സ്വിച്ച് ഓപ്പൺ ചെയ്യുന്നുണ്ട്, ക്ലോസ് ചെയ്യുന്നുണ്ട് എന്നുള്ള പോലെ. പക്ഷെ ഇവിടെ ശ്രദ്ധിച്ചേ, 10 യു ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്? യു ഓഫ് ടി യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണ്. യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എങ്ങനെയാണ്? ഓർമ്മയില്ലേ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ? യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാ. അതായത് ടി ഈക്വൽ ടു 0 മുതൽ മാത്രമേ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ഉള്ളൂ. അതുവരെ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ഇല്ല. അപ്പോൾ ഇതിനർത്ഥം എന്താന്ന് വെച്ചാൽ ടി 0നേക്കാളും താഴെ ആവുന്ന സമയത്ത്, ടി ലെസ് ദാൻ 0 ആവുന്ന സമയത്ത് ഈ വോൾട്ടേജ് സോഴ്സ് ഇല്ല. ടി ലെസ് ദാൻ 0 ആവുമ്പോ വോൾട്ടേജ് സോഴ്സ് ആക്റ്റീവ് അല്ല. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ ടി ഈക്വൽ ടു 0 മൈനസിൽ സർക്യൂട്ട് എങ്ങനെയായിരിക്കും? ടി ഈക്വൽ ടു 0 മൈനസ് എടുക്കുക. ആ സമയത്ത് ഇതില്ല, ഇവിടെ ഒന്നുമില്ല. യു ഓഫ് ടി എന്താണ്? 0 അല്ലേ? ടി ലെസ് ദാൻ 0ല് യു ഓഫ് ടി 0 അല്ലേ? ഗ്രാഫില് 0 അല്ലേ? അപ്പൊ ഇവിടെ 10 ഇൻറ്റു യു ഓഫ് ടി എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കില്ലേ? വോൾട്ടേജ് 0 എന്ന് പറഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കില്ലേ? 25 കിലോ ഓം ഉണ്ട്. ഓക്കെ, കപ്പാസിറ്റർ ലാസ്റ്റ് വരയ്ക്കാവേ. $1 മില്ലി ആംപിയർ ഉണ്ട്. ഇവിടെ ഒരു 20 കിലോ ഓമും അതിന് സീരീസ് ആയിട്ട് 80 കിലോ ഓം ഉണ്ട്. അപ്പോൾ ഒരു എഫക്റ്റീവിൽ എത്ര കിലോ ഓം ഉണ്ട്? ഒരു 100 കിലോ ഓം ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഇങ്ങനെയാണ് ടി ഈക്വൽ ടു 0 മൈനസിൽ സർക്യൂട്ട് ഇങ്ങനെയാണ്. അപ്പൊ ഈ കപ്പാസിറ്റർ കുറെ നേരമായിട്ട്, അതായത് ടി ഈക്വൽ ടു 0 മൈനസ് എന്നല്ല, ടി ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി മുതൽ ഈ സർക്യൂട്ട് ഇങ്ങനെയാണ്. ഇവിടെ യു ഓഫ് ടി ഇല്ല, കറണ്ട് സോഴ്സ് പിന്നെ എല്ലായ്പ്പോഴും ഉണ്ട്. അപ്പൊ ടി ഈക്വൽ ടു 0 മൈനസ് ആവുമ്പോഴേക്കും നമ്മുടെ കപ്പാസിറ്റർ എന്തായിരിക്കണം? ഒരു ഓപ്പൺ സർക്യൂട്ടായി മാറിയിരിക്കണം. കാരണം 0 മൈനസ് ഇൻഫിനിറ്റി മുതൽ സർക്യൂട്ട് ഈ നിലയിൽ തുടരുകയാണ്. അപ്പൊ വി സി ഓഫ് 0 മൈനസ് എന്താണ്? അപ്പൊ നമ്മൾ ഇവിടെ കറണ്ട് ഡിവിഷൻ ഫോർമുല ഉപയോഗിക്കണം. എങ്ങനെയാന്ന് വെച്ചാൽ ഈ 1 മില്ലി ആംപിയർ കറണ്ട് ഇവിടെ ഒരു ഓപ്പൺ സർക്യൂട്ട് ആയിട്ട് ഇരുന്നോട്ടെ, അത് നോക്കേണ്ട ആവശ്യമില്ല. ഈ 1 മില്ലി ആംപിയർ കറണ്ട് വന്നിട്ട് ഈ പാത്തിലൂടെയും പോകുന്നുണ്ട്, ഈ പാത്തിലൂടെയും പോകുന്നുണ്ട്. അപ്പൊ ഈ പാത്തിലൂടെ പോകുന്ന കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യും? 1 മില്ലി ആംപിയർ ഇൻറ്റു മറ്റേ പാത്തിലെ ടോട്ടൽ റെസിസ്റ്റൻസ് ബൈ എല്ലാ ടോട്ടൽ റെസിസ്റ്റൻസും. അപ്പൊ നമുക്ക് ഇത് കൂടെ പോകുന്ന കറണ്ട് കിട്ടും. ഇത് കൂടെ പോകുന്ന കറണ്ട് കിട്ടിയാൽ ഇവിടെയുള്ള വോൾട്ടേജ് ഡ്രോപ്പ് കിട്ടും. അത് തന്നെയായിരിക്കും വി സി ഓഫ് 0 മൈനസ് അല്ലേ? അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാം, ഇത് കൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കാം. വാട്ട് എവർ കറണ്ട് ഐ എന്തെങ്കിലും, ഈ ഐ എന്താണ്? ടോട്ടൽ കറണ്ട് 1 മില്ലി ആംപിയർ ഇൻറ്റു മറ്റേ ബ്രാഞ്ചിലെ ടോട്ടൽ ഇംപെഡൻസ് 100K ബൈ മൊത്തം 100K പ്ലസ് 25K 125K. കെയും കെയും കട്ടാവും. അപ്പൊ എത്രയാ? 1 മില്ലി ആംപിയർ ഇൻറ്റു 100 ബൈ 125 0.8 മില്ലി ആംപിയർ ആണ് ഐ ഓഫ് 0 മൈനസ്. കേട്ടോ, അതൊക്കെ നമ്മൾ 0 മൈനസിലെ കേസാ പറയുന്നത്. ഈ ഐ ഓഫ് 0 മൈനസ് എന്ന് പറയുന്നത് 0.8 മില്ലി ആംപിയർ. അപ്പൊ ഇത് കൂടെ ഒരു ഡ്രോപ്പ് ഉണ്ടാവും. ഈ വോൾട്ടേജ് ഇങ്ങനെ നോക്കുമ്പോൾ നോക്ക്, വി സി ഓഫ് 0 മൈനസ് മൈനസ് ഈ ഡ്രോപ്പ് ഈക്വൽ ടു 0. അപ്പൊ വി സി ഓഫ് 0 മൈനസ് എന്താണ്? ആ ഡ്രോപ്പ് തന്നെയാണ് അല്ലേ? ഇത് വി ആർ ആണെങ്കിൽ വി സി ഓഫ് 0 മൈനസ് ഇങ്ങനെ പോവാണ്. -2 പ്ലസ് വി സി ഓഫ് 0 മൈനസ് +2 മൈനസ് വി ആർ ഓഫ് 0 മൈനസ് ഇസ് ഈക്വൽ ടു 0.
വി സി ഓഫ് സീറോ മൈനസ് ഈക്വൽ ടു വി ആർ ഓഫ് സീറോ മൈനസ് വാട്ട് എവർ ഈ റെസിസ്റ്ററിനെ അക്രോസിലുള്ള ഡ്രോപ്പ് ആണ്. റെസിസ്റ്ററിനെ അക്രോസിലുള്ള ഡ്രോപ്പ് എന്താണ്? റെസിസ്റ്റൻസ് ഇൻറ്റു അത് കൂടെ പോകുന്ന കറണ്ട്. അത് 0.8 മില്ലി ആംപിയർ ആണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞു. അപ്പൊ 5 കിലോ ഇൻറ്റു 0.8 മില്ലി ആംപിയർ എത്രയാണ്? അത് എത്രയാണ്? അത് ചെയ്യുമ്പോൾ നമുക്കൊരു 20 വോൾട്ട് കിട്ടും. ഓക്കെ, അപ്പോ വി സി ഓഫ് സീറോ മൈനസ് എന്ന് പറയുന്നത് 20 വോൾട്ട് ആണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സർക്യൂട്ട് റീഡ്രോ ചെയ്തത്. അത് തന്നെയായിരിക്കും വി സി ഓഫ് സീറോ പ്ലസും. ഒബ്വിയസ്ലി വി സി ഓഫ് സീറോയും അത് തന്നെയായിരിക്കും, ബിക്കോസ് കപ്പാസിറ്റർ ഡസന്റ് അലോ സഡൻ ചേഞ്ച് ഇൻ വോൾട്ടേജ്. സഡൻ ചേഞ്ച് ഇൻ വോൾട്ടേജ് അലോ ചെയ്യാത്തത് കൊണ്ട് തന്നെ ടി ഈക്വൽ ടു സീറോ മൈനസിലെ വോൾട്ടേജ് തന്നെയായിരിക്കും ടി ഈക്വൽ ടു സീറോ പ്ലസിൽ. അത് 20 വോൾട്ട് ആണ്. 20 വോൾട്ട് എന്ന് പറയുന്നത് 0.8 മില്ലി ആംപിയർ ആ സമയത്തുള്ള ഇത് ഇൻറ്റു റെസിസ്റ്റൻസിന്റെ വാല്യൂ ആണ്. അപ്പൊ നമ്മൾ വി സി ഓഫ് ടി എന്താ കിട്ടിയത്? നമുക്ക് ടി ഈക്വൽ ടു സീറോ മൈനസിൽ കിട്ടി, സീറോ പ്ലസിൽ കിട്ടി. ഇനി ഇൻഫിനിറ്റിയിൽ എത്രയാന്ന് കിട്ടണം. ഇൻഫിനിറ്റിയിൽ നമുക്ക് നമ്മുടെ സർക്യൂട്ട് എന്ത് ചെയ്യണം? റീഡ്രോ ചെയ്യണം. ഈ സെയിം സർക്യൂട്ട് തന്നെ നമ്മൾ ഇൻഫിനിറ്റിയിൽ എത്തുമ്പോഴേക്കും റീഡ്രോ ചെയ്യണം. ഓക്കെ, സോ അപ്പൊ ഈ സർക്യൂട്ട് ഇൻഫിനിറ്റിയിൽ എത്തുമ്പോൾ എന്താ ഉണ്ടാവുക? ഓക്കെ, ഇവിടെ സ്വിച്ച് ഒന്നും ഇല്ലെങ്കിൽ പോലും ഈ 10 യു ഓഫ് ടി ഒരു സ്വിച്ച് പോലെയാണ്. ടി ഈക്വൽ ടു സീറോ മൈനസിൽ ഇത് ഷോർട്ട് ആയിരുന്നു, ബിക്കോസ് യു ഓഫ് ടി ഈക്വൽ ടു 0 10 ഇൻറ്റു 0 0 വോൾട്ട് 0 വോൾട്ട് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ആയിരുന്നു. പക്ഷെ ഇനി മുതൽ ഈ സർക്യൂട്ടിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ ഒരു 10 വോൾട്ടും കൂടി ഉണ്ടാവും. രണ്ട് സോഴ്സസ് ഉണ്ടാവും, 1 മില്ലി ആംപിയറും ഉണ്ടാവും, 10 വോൾട്ടും ഉണ്ടാവും. പിന്നെ ഈ റെസിസ്റ്ററും 5 മൈക്രോഫാരഡും ഉണ്ടാവും. അപ്പൊ നമ്മുടെ സർക്യൂട്ടിന് വരുന്ന മാറ്റം നമുക്ക് ഒന്നുകൂടി വരയ്ക്കണം. അപ്പൊ ആദ്യം സർക്യൂട്ട് ടി ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റിയിൽ എങ്ങനെയെന്ന് ഇമാജിൻ ചെയ്യുക. ടി ഈക്വൽ ടു സീറോ മൈനസ് മുതൽ സ്റ്റാർട്ട് ചെയ്താൽ മതി. സീറോ മൈനസിൽ വരയ്ക്കുക. സമയത്ത് വേണ്ട കപ്പാസിറ്റർ അക്രോസ് ഉള്ള വോൾട്ടേജ് വി സി ഓഫ് സീറോ മൈനസിൽ കണ്ടുപിടിക്കുക. കാരണം അത് തന്നെയായിരിക്കും വി സി ഓഫ് സീറോ പ്ലസ്. ഓക്കെ, പിന്നെ ഇനി ഇൻഫിനിറ്റിയിലൊക്കെ കണ്ടുപിടിക്കാനുണ്ട്, നമുക്ക് ചെയ്യാം അടുത്ത. ഓക്കെ, അപ്പൊ ടൈം ടി ഗ്രേറ്റർ ദാൻ സീറോയിൽ നമ്മുടെ സർക്യൂട്ട് എങ്ങനെയായിരിക്കും? ഇവിടെ ഒരു സോഴ്സ് ഉണ്ടാവും. ആ സോഴ്സ് എന്താ വാല്യൂ? 10 വോൾട്ട് ആയിരിക്കും. 25 കിലോ ഓം ഉണ്ടാവും. ഒരു കപ്പാസിറ്റർ ഉണ്ടാവും. ഇനി ടി ഈക്വൽ ടു ഇൻഫിനിറ്റി ആവുമ്പോൾ കപ്പാസിറ്റർ ഷോർട്ട് ആവും കേട്ടോ. ഇതിപ്പോ ടി ഗ്രേറ്റർ ദാൻ സീറോയിൽ നിന്ന് ജനറൽ ആയിട്ട് വരയ്ക്കുന്നതാണ്. പ്ലസ് ഓർ മൈനസ് വി സി ഓഫ് ടി 5 മൈക്രോഫാരഡ്. ഇനി ഇവിടെ ഒരു കറണ്ട് സോഴ്സ് ഉണ്ടാവും. റെസിസ്റ്റേഴ്സ് ഉണ്ടാവും. 20 കിലോ ഓം ഉണ്ടാവും. 80 കിലോ ഓം ഉണ്ടാവും. ഓക്കെ, അപ്പോ ഇനി ഇതിപ്പോ വി സി ഓഫ് സീറോ മൈനസ് എന്ന് പറയുന്നത് 20 വോൾട്ട് ആണ്. അത് വി സി ഓഫ് സീറോ പ്ലസ് ആണ്. ഇനി നമുക്ക് ഏത് ടൈമിലെ വി സി ഓഫ് ടി കണ്ടുപിടിക്കണമെങ്കിൽ വി സി ഓഫ് ടി ഇസ് ഈക്വൽ ടു വി സി ഓഫ് ഇൻഫിനിറ്റി പ്ലസ് വി സി ഓഫ് സീറോ മൈനസ് വി സി ഓഫ് ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് ടി ബൈ ടോ. ഇവിടെ ടോ എന്ന് പറയുന്നത് ആർ സി ആണ്. ഓക്കെ, എൽ ബൈ ആർ ഉള്ളത് ആർ എൽ സർക്യൂട്ടിലാണ്. ആറിന്റെ സിയുടെ പ്രൊഡക്റ്റ് ആണ് ആർ സി സർക്യൂട്ടിലെ ടൈം കോൺസ്റ്റന്റ്. ടി ഈക്വൽ ടു ഇൻഫിനിറ്റിയിൽ നമ്മുടെ സർക്യൂട്ട് എങ്ങനെയായിരിക്കും? ഇവിടെ 10 വോൾട്ട് ഉണ്ടാവും. ഒറ്റ ചേഞ്ചേ ഉള്ളൂ. കപ്പാസിറ്റർ എന്ന് പറയുന്നത് 25 കിലോ ഓം ഉണ്ടാവും. ഇവിടെ 1 മില്ലി ആംപിയർ ഉണ്ടാവും. പിന്നെ ഇവിടെ 20, ഇവിടെ 80. 20 കിലോ ഓം 80 കിലോ ഓം ഉണ്ടാവും. കപ്പാസിറ്റർ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ടാവും. പ്ലസ് ഓർ മൈനസ് വി സി ഓഫ് ഇൻഫിനിറ്റി. ഓക്കെ, പിന്നെ ഈ ഒരു കേസിൽ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ സീരീസ് എക്സാമിലൊക്കെ എപ്പോഴും തെറ്റിക്കുന്ന ഒരു കാര്യം ഇതാണ്. നിങ്ങൾ ഇവിടെ അങ്ങോട്ട് കറണ്ട് ഡിവിഷൻ ഉപയോഗിക്കും. 1 മില്ലി ആംപിയർ വരുന്നുണ്ട്. അപ്പൊ ഇത് കൂടെ ഉള്ള കറണ്ട് എന്ന് പറയുന്നത്
1 ഇൻറ്റു മറ്റേ കറണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ. പക്ഷെ പറ്റില്ല. കറണ്ട് ഡിവിഷൻ ഉപയോഗിക്കണമെങ്കിലേ ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. ആ വോൾട്ടേജ് സോഴ്സിന് കറണ്ട് സപ്ലൈ ചെയ്യാനുള്ള കഴിവുണ്ട്. ഇവിടുന്ന് ഒരു കറണ്ട് വരുന്നുണ്ടാവും. അപ്പൊ നമ്മൾ ഈ കറണ്ട് ഡിവിഷൻ വെച്ച് നോക്കുമ്പോൾ ഇവിടെയുള്ള ഒരു കറണ്ട് കിട്ടിയാലും ഇറ്റ്സ് നോട്ട് കറക്റ്റ്. കാരണം ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. ഇപ്പൊ ഇവിടെ ഒന്നുമില്ല. ഇത് ഷോർട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ ചെയ്ത പോലെ കറണ്ട് ഡിവിഷൻ ഉപയോഗിക്കാം. ഇവിടെ കറണ്ട് ഡിവിഷൻ ഉപയോഗിക്കാൻ പറ്റില്ല. നമുക്ക് വി സി ഓഫ് ഇൻഫിനിറ്റി കണ്ടുപിടിക്കണം. കറണ്ട് ഡിവിഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം 10 വോൾട്ട് വോൾട്ടേജ് സോഴ്സ് can also supply current. അപ്പോൾ വി സി ഓഫ് ഇൻഫിനിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഈ വി സി ഓഫ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കറണ്ട് സോഴ്സിന് അക്രോസ് ഉള്ള വോൾട്ടേജ്. കാരണം ഇതും പാരലലാ അല്ലേ? അപ്പോൾ ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് കണ്ടുപിടിച്ചാൽ അത് തന്നെയായിരിക്കും ഇതിനും അക്രോസ് ഉള്ള വോൾട്ടേജ്. അപ്പൊ നമുക്ക് ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എക്സ് ആയിട്ട് എടുത്തിട്ട് നോഡൽ അനാലിസിസ് ചെയ്താലോ? അങ്ങനെ ചെയ്യാം. അതായത് നമ്മൾ പണ്ട് ഫസ്റ്റ് മൊഡ്യൂളിലൊക്കെ പഠിച്ച പോലെ ഇതിങ്ങനെ 0 ആണ്. ഇവിടെ എക്സ് എന്ന് വെച്ചോ. ഇത് നോക്കണ്ട, ഓപ്പൺ സർക്യൂട്ടാണ്. ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നേ ഉള്ളൂ. ഇത് ഇങ്ങനെ വരും ഇൻകമിങ് കറണ്ട്. നമുക്ക് ഇത് രണ്ടും ഔട്ട് ഗോയിങ് കറണ്ട് ആയിട്ട് എടുത്താലോ? ഇങ്ങനെ പോവും. ഇവിടെ ഓപ്പൺ സർക്യൂട്ട് അല്ലേ, ഒന്നും ഇങ്ങോട്ട് പോവില്ലല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു ജംഗ്ഷനിലേക്ക് 3 വരും. ഇൻകമിങ് കറണ്ട് ഇസ് ഈക്വൽ ടു സം ഓഫ് ഔട്ട് ഗോയിങ് കറണ്ട് അല്ലേ? എക്സ് മൈനസ് 0 ബൈ 100k. എക്സ് ബൈ 100k പ്ലസ് ഇവിടെ എന്തായിരിക്കും? എക്സ് മൈനസ് 10 ബൈ 25k. അപ്പോ 1 മില്ലി ആംപിയർ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 4x മൈനസ് 40 ബൈ 100k. 5x മൈനസ് 40 is equal to 100. 5x equal to 140. x എന്ന് പറയുന്നത് 28 വോൾട്ട് ആണ്. അതായത് ഈ x എന്ന് പറയുന്നത് 28 വോൾട്ട് ആണ്. അത് തന്നെയായിരിക്കും വി സി ഓഫ് ഇൻഫിനിറ്റി. വി സി ഓഫ് ഇൻഫിനിറ്റി എത്രയാണ്? 28 വോൾട്ട് ആണ്. അപ്പൊ നമുക്ക് എല്ലാം കിട്ടി. ഇനി ടൈം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കണ്ടേ? സി നമുക്കറിയാം 5 മൈക്രോഫാരഡ് ആണ്. R കണ്ടുപിടിക്കണം. R കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യും? ഏകദേശം തെവെനിൻ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന പോലെ തന്നെയാണ്. വോൾട്ടേജ് സോഴ്സ് ഷോർട്ട് ചെയ്യും, കറന്റ് സോഴ്സ് ഓപ്പൺ ചെയ്യും. എന്നിട്ട് കപ്പാസിറ്റർ എടുക്കേണ്ട ആവശ്യമില്ല. ബാക്കി എത്ര റെസിസ്റ്റർ സർക്യൂട്ടിൽ ഉണ്ട് എന്നുള്ളത് ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും? സർക്യൂട്ട് നമ്മൾ റീഡ്രോ ചെയ്യും. നമ്മൾ ഇനി കണ്ടുപിടിക്കേണ്ടത് ടൈം കോൺസ്റ്റന്റ് ആണ്. ടൈം കോൺസ്റ്റന്റ് എപ്പോഴും കണ്ടുപിടിക്കുന്നത് ടി ഗ്രേറ്റർ ദാൻ 0 സർക്യൂട്ട് എങ്ങനെയാണോ അതുപോലെയാണ്. കാരണം ടി ലെസ് ദാൻ 0 നമ്മുടെ സർക്യൂട്ട് ഇനീഷ്യൽ കണ്ടീഷൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം. അതായത് ഇനീഷ്യൽ കറണ്ട് ആയിക്കോട്ടെ ഇൻഡക്ടറിന്റെ കേസിൽ, ഇനീഷ്യൽ വോൾട്ടേജ് കപ്പാസിറ്ററിന്റെ കേസിലൊക്കെ. അപ്പോൾ ടി ഗ്രേറ്റർ ദാൻ 0 നമ്മുടെ ടൈം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ ഒരു 10 u of t ഉണ്ടായിരുന്നില്ലേ, അത് വോൾട്ടേജ് സോഴ്സ് ആയതുകൊണ്ട് ഷോർട്ട് ചെയ്യുക. ഇവിടെ ഒരു 25 കിലോമീറ്റർ ഉണ്ട്, കിലോ ഓം ഉണ്ട്. പിന്നെ ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ട്. ആ കപ്പാസിറ്റർ നമ്മൾ നോക്കണ്ട കേട്ടോ. കപ്പാസിറ്റർ ഇവിടെ എടുക്കണ്ട. കാരണം നമ്മളിപ്പോ ടൈം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കുമ്പോൾ ടൈം കോൺസ്റ്റന്റ് ആർ സി ആണ്. സി എന്ന് പറയുന്നത് 5 മൈക്രോഫാരഡ് മറ്റാണ് അല്ലേ? 5 മൈക്രോഫാരഡ്. ആർ അല്ലേ കണ്ടുപിടിക്കണ്ടേ? പിന്നെ ഇവിടെ വരുമ്പോൾ ഒരു കറണ്ട് സോഴ്സ് ഉണ്ട്. ഇവിടെ ഒരു കറണ്ട് സോഴ്സ് ഉണ്ടായിരുന്നു, അത് എടുക്കണ്ട. കറണ്ട് സോഴ്സ് ഓപ്പൺ ചെയ്യുക. ഇവിടെ ഒരു 20 കിലോ ഓം ഉണ്ട്. പിന്നെ ഇവിടെ ഉള്ള എത്രയാണ്? 80 കിലോ ഓം ഉണ്ട്. എന്നിട്ട് ഇവിടെ ഉണ്ടാവുന്ന റെസിസ്റ്റൻസ് ആണ് എന്ത് റെസിസ്റ്റൻസ്? ഇക്വാലന്റ് റെസിസ്റ്റൻസ്. അപ്പൊ ഇവിടെ ഒരു 25 കിലോ ഓം ഉണ്ട്, ഒരു 100 അല്ലെ? 20 18 പാരലൽ ആണ്. 20 18 പാരലൽ അല്ലേ? അപ്പൊ 100 കിലോ ഓം ഉണ്ട്. ഇവിടെ ഒരു ഓപ്പൺ സർക്യൂട്ട് ഉണ്ട്. അപ്പൊ ഇവിടുന്ന് നോക്കി എങ്ങനെ തന്നെയാണെങ്കിലും ഈ 25 കിലോ ഓമും 100 കിലോ ഓമും പാരലൽ. കാരണം പാരലൽ എന്ന് പറയുമ്പോൾ എപ്പോഴാ? ഈ ഒരു എൻഡിൽ നിന്ന് ഈ എൻഡിലേക്ക് കണക്ഷൻ ഉണ്ട്, ഈ എൻഡിൽ ഇങ്ങോട്ട് ഒരു കണക്ഷൻ ഉണ്ട്. അപ്പൊ ടോട്ടൽ ആർ ഇക്വാലന്റ് എന്താണ്? 25 ഇൻറ്റു 100 ബൈ 100 പ്ലസ് 25. അതെന്ന് പറയുന്നത് 20 കിലോ ഓം ആണ് ആർ ഇക്വാലന്റ്. ഇതൊക്കെ ഉണ്ട് അല്ലേ? അപ്പൊ നമ്മുടെ ടു ഈക്വൽ ടു ആർ സി എന്താണ്? ആർ എന്ന് പറയുന്നത് 20 കിലോ ഓം ഇൻറ്റു സി എന്താ? 5 ഇൻറ്റു 10⁻⁻6. അപ്പോ ഇത് 20 ഇൻറ്റു 5. 20 ഇൻറ്റു 5 എത്രയാ? 100.
100 എന്ന് പറയുന്നത് 10^2. 10^2 into 10^3 10^5. 10^5 into 10^-, അപ്പോൾ ടോ എന്ന് പറഞ്ഞാൽ 10^-1 സെക്കൻഡ്സ് ആയിരിക്കും. അതായത് 0.1 സെക്കൻഡ് ആണ് ടോ. 0.1 സെക്കൻഡ് ആണ് ടോ. അപ്പൊ നമ്മുടെ വി സി ഓഫ് ഇൻഫിനിറ്റി എന്താണ്? 28 വോൾട്ട്. വി സി ഓഫ് 0 എന്താണ്? 20 വോൾട്ട്. ടോ എന്താണ്? 0.1 സെക്കൻഡ്. നമ്മളോട് ഏതൊക്കെ ടൈമിലുള്ള, അപ്പൊ നമ്മുടെ വി സി ഓഫ് ടി എന്താണ്? വി സി ഓഫ് ഇൻഫിനിറ്റി പ്ലസ് വി സി ഓഫ് 0 മൈനസ് വി സി ഓഫ് ഇൻഫിനിറ്റി e⁻t/0.1 അല്ലെങ്കിൽ e⁻10t. 28 മൈനസ് 8 e⁻10t ആണ് നമ്മുടെ വോൾട്ട്. ഇനി നമ്മളോട് ഏത് സമയത്ത് വോൾട്ടേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞാലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അവര് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 0.08-ലുള്ളതല്ലേ. വി സി ഓഫ് ടി എന്ന് പറയുന്നത് 0.08 സെക്കൻഡ്സ് ആണെങ്കിൽ 28 മൈനസ് 8 e⁻10 ഇൻറ്റു 0.08, 28 മൈനസ് 8 ഇൻറ്റു e⁻0.8. അത് ഏകദേശം ചെയ്യുമ്പോൾ 3.594 വരും. ഏകദേശം നമുക്ക് കിട്ടുന്ന ആൻസർ 24.406. ഏകദേശം ഇതാണ് നമുക്ക് കിട്ടുന്ന വോൾട്ടേജ്. നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ കാൽക്കുലേറ്ററിൽ തെറ്റാതെ e⁻- ഒക്കെ കണ്ടുപിടിച്ച് തെറ്റാതെ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇങ്ങനെയാണ് ട്രാൻസിയൻസിന്റെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യേണ്ടത്. ഇവിടെ സ്വിച്ച് ഇല്ല എന്ന് മാത്രം, അത്രേ ഉള്ളൂ. ഓക്കെ.